എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. പരിചരണത്തിന്റെ 10 വർഷങ്ങൾ. ഏറനാട് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, മെയിൻ റോഡ്, എടക്കര. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ. മഹാറാണി ഗ്രൂപ്പിന്റെ 33ാം വാർഷികാഘോഷത്തിന്റെ സന്തോഷവേളയിൽ ഓഗസ്റ്റ് 17 മുതൽ സെപ്റ്റംബർ 17 വരെ നീണ്ടുനിൽക്കുന്ന ഓഫറുകൾ. ചന്ദ്രൻ വീട്ടിലെ പട്ടിന്റെ ചേലുകൾ തുമ്പപ്പുമയിൽ പൂത്തു നിൽക്കുന്നേ. ആവണിയിൽ മാനത്ത് നെയ്യുന്ന ആടകൾ ശോഭികയിൽ, പൂവണിയും പൊൻപസമെല്ലാം ശോഭിക തൻ വഴിയിൽ. ശോഭിക വെഡിങ്സ് കോഴിക്കോട്, കാഞ്ഞങ്ങാട്, കൊയിലാണ്ടി, കുറ്റിയാടി, നിലമ്പൂർ. ഒരു തിരുവോണം കൂടി നമ്മുടെ അടുത്ത് എത്തിയിരിക്കുകയാണ്. എല്ലാവർക്കും എൻ്റെ തിരുവോണ ആശംസകൾ. ഈ തിരുവോണത്തില്, ഈ ആഘോഷങ്ങളിൽ ഒക്കെ നമുക്കുള്ളൊരു പ്രയാസം, ഒരു ദുഃഖം, ഒരു വിഷമം എന്ന് പറയുന്നത് വയനാട്ടിലുണ്ടായിട്ടുള്ള പുഞ്ചിരിമടത്തും മുണ്ടക്കയിലും ചൂരന്മലയിലും ഉണ്ടായിട്ടുള്ള, നമുക്കറിയാം, ഉരുൾപൊട്ടൽ മൂലം ഉണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ. ഒരുപാട് ആളുകൾ നമ്മളിന്നും വേർപിരിഞ്ഞു പോയി. ഒരുപാട് ആളുകളുടെ ഇന്നും മൃതദേഹങ്ങൾ, മയ്യത്തുകൾ ഇന്നും കിട്ടാതെ അവശേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കിട്ടിയ മയ്യത്തുകളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ സംസ്കരിക്കേണ്ട ഒരു അവസ്ഥ നമുക്കുണ്ടായിട്ടുണ്ട്. വളരെ ഭയാനകപരമായ ഒരു അവസ്ഥയാണ് മുണ്ടക്കയിലും ചൂരന്മലയിലും അതുപോലെ തന്നെ പുഞ്ചിരിമടത്തും ഒക്കെ ഉള്ളത്. ഒരു നാട് ഇല്ലാതെ ആയ ഒരു അവസ്ഥ ആണ് അവിടെ ചെന്നാൽ നമുക്ക് മനസ്സിലാവുക. പ്രത്യേകിച്ച് മുണ്ടക്കൈ എന്ന് പറയുന്ന ഒരു ടൗൺ, ഒരു അങ്ങാടി, ഇന്ന് അവിടെ പോയാൽ ആ ഒരു അങ്ങാടിയുടെ ഒന്നും തന്നെ അവിടെ ബാക്കിയില്ല എന്നുള്ളതാണ് ഒരു അവസ്ഥ. എല്ലാ വീടുകളും നശിച്ചു, എല്ലാ ഹോം സ്റ്റേകളും നശിച്ചു, എല്ലാ ആരാധനകളും നശിച്ചു. അതുപോലെ തന്നെ എല്ലാവരുടെയും വീടുകളും കാര്യങ്ങളും മാത്രമല്ല, കച്ചവട സ്ഥാപനങ്ങളും മറ്റും ഒക്കെ നശിച്ച് ഒരു അവസ്ഥയാണ് ഇന്ന് അവിടെ ഉള്ളത്. അതുപോലെ തന്നെയാണ് ചൂരന്മലയിലും ഒക്കെ ഭാഗ്യമായിട്ടും മുഴുവനായിട്ടും ഒക്കെ പോയി. ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കുകയാണ്. 100-600 ആളുകൾ ഇന്ന് വാടക വീട്ടിൽ താമസിക്കുന്ന ഒരു അവസ്ഥ. ഒരുപാട് ആളുകൾ അവരുടെ ഈ ദുരന്തത്തിൽ, ഒരുപാട് ആളുകൾ അവരുടെ മാതാപിതാക്കള്, മക്കള്, ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഉമ്മ, അങ്ങനെ സഹോദരന്മാര് ഒക്കെ നഷ്ടപ്പെട്ട അവസ്ഥ. പല ആളുകളൊക്കെ ആരുമില്ലാത്ത ചില കുടുംബങ്ങൾ, 17 അംഗ കുടുംബങ്ങളിൽ 16 ആളും ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരു അവസ്ഥ. അങ്ങനെയുള്ള ഒരു അവസ്ഥയാണ് ഇന്ന് വയനാട്ടിൽ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ഓണം ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിൽ ഒരു വേദനയോടെ ഇന്ന് വയനാടിനെ ഓർത്ത് നമ്മളെല്ലാവരും, കേരളീയ സമൂഹവും അതുപോലെ തന്നെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള മലയാളികളൊക്കെ. അതുകൊണ്ട് തന്നെയാണ് വയനാട്ടിലെ ജനങ്ങളെ, ഈ ദുരിതബാധിതരെ, അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി പുനരധിവാസ പദ്ധതികൾ എല്ലാ സംഘടനകളും ഒക്കെ അതിനു വേണ്ടി മുൻകൈയെടുത്ത് രംഗത്തിറങ്ങിയിട്ടുള്ളത്. ആ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിൽ ഉണ്ടാകണം. പരിശുദ്ധിയുള്ള കേര വെളിച്ചെണ്ണ. ഇനി ശുദ്ധമായ വെളിച്ചെണ്ണ ഉപയോഗിക്കൂ, ആരോഗ്യം സംരക്ഷിക്കൂ. കലർപ്പില്ലാത്ത പരിശുദ്ധി, കളങ്കമില്ലാത്ത നന്മ. ഫോർകോ കേര പ്രൊഡക്ഷൻ ഇന്റർനാഷണൽ യൂണിറ്റ്, മുസ്ലിം പള്ളിക്ക് സമീപം, ഇടിവണ്ണ.